പോവാതിപ്പോ? അമ്മ, ഞാൻ മാമന്റെ അടുത്തോടെ പോയിട്ട് വരുന്നു. നാന്തോരം ലൈബ്രറിയോടെ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോവാന്ന് പറഞ്ഞു. നീ വരുമ്പോ ബൈറ്റ് ആവുക. ആ അമ്മ. എനിക്ക് കുറച്ച് പച്ചക്കറി വേണേ, ഞാൻ വിളിക്കാം അപ്പൊ നിന്നെ. ആ, വരുമ്പോ വിളിച്ചാൽ മതി, ഞാൻ എടുക്കാം. അമ്മായി എന്തിയമ്മായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തുല്ലപ്പാ, നിന്നെല്ലാം കാണാണ്ട് എത്ര ആയി ഇങ്ങോട്ടേക്ക്? ഞാൻ മിഞ്ഞാന്നല്ലേ വന്നിട്ട് പോയെ. മിനിയാന്നപ്പോ ഒരാഴ്ച എല്ലാം കഴിഞ്ഞല്ലോ. ആ അതെല്ലേ. അല്ല അമ്മായി, നന്ദു ശ്രീ. ആ, ഓള് റൂമിലുന്നുണ്ട്. അതെയാ? ഓക്കെ, ഇന്ന് ലീവാ? അപ്പ ലേറ്റ് ആയിട്ട് പോകുന്നുണ്ടോ എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടോള്. അല്ല, ലൈബ്രറി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായി, അങ്ങനെ ചോദിച്ചേ. ഓ അതെയാ, നീ പോയിട്ട് വിളിക്ക്, ഓളെ റൂമിലുണ്ട്. ആ, മാമനടുത്ത് അമ്മായി. ആ, ഓറിയില്ല തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആ, എന്നാ ശരി അമ്മായി, ഞാൻ അവളെ വിളിച്ചോണ്ട് ലൈബ്രറി പോയിട്ട് വേഗം. നന്ദു, എന്റെ ജീവ, എന്ത് ജീവ ഇത്? എന്തായി പെണ്ണേ? എന്തും ഇല്ലപ്പാ, ഇങ്ങനെ പറയണ്ടല്ലോ, വന്ന് ജീവൻ പോവും, അത്ര തന്നെ. നീ എന്താ വന്നേ? വേഗക്ക്, എനിക്ക് ലൈബ്രറി പോണം. നിങ്ങക്ക് ലൈബ്രറി പോണെങ്കിൽ ഞാൻ തിരി വരുന്നേ. എനിക്ക് സ്കൂളിൽ പോണ്ടേ അപ്പൊ? നീ എന്താ ലേറ്റ് ആയത് ഇപ്പം? ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയാ മതി, അതുകൊണ്ട് ലേറ്റ് ആയ. അല്ല, നിനക്കെന്തിനിപ്പൊ ഞാനില്ല നിന്റെ കൂടെ? അത് പിന്നെ നീ പാ. എന്തോ ഉണ്ടല്ലോ മോനെ കള്ളത്തരം. എന്നെ വിളിച്ചോണ്ട് നിന്റെ ലൈബ്രറി പോന്നേ പറ. നിന്റെ മറ്റോനവിടെ കാത്തു നിന്നിട്ടുണ്ട്. എന്തേ? എപ്പോ? നിങ്ങക്ക് എന്താ അറിഞ്ഞില്ലെങ്കിൽ എന്റെ ഒക്കെ വരാൻ കഴിയേ? കയ്യല എന്തേ? നന്ദു മതി, വാ. എന്തി കാര്യം പറയാതെ. ശ്രീ ലൈബ്രറിയിൽ നിന്ന് കാണാന്ന് പറഞ്ഞിനി, ഓളിപ്പോ ലൈബ്രറിയിൽ ഉണ്ടാവും, നീ വാ. എനിക്ക് തോന്നി വെറുതെ അല്ല നീ ഇങ്ങനെ കളിക്കുന്നേ. എന്റെ ചക്കരയല്ലേ, ബാണേ. അല്ലല്ല, നിന്റെ ആവശ്യത്തിന് എന്നെ വേണല്ലോ. എന്തിടെ ഇങ്ങനെല്ലാം പറയുന്നത്? നീ വന്ന് വേഗം കീഞ്ഞിട്ട്, ഞാൻ പുറത്തുണ്ടാവും. പിന്നല്ലോ അമ്മനോട് നീ പറഞ്ഞിട്ട് വന്നെന്ന് ഞാൻ പറഞ്ഞേട്ടാ. രണ്ടാളെ എന്ത് കാണിച്ചാലും എന്റെ തലയിലല്ലേ ഇടുന്നേ. അവസാനം എല്ലാം ഞാനായിരിക്കല്ലേ അനുഭവിക്കണ്ടേ. നീ വേഗം കീഞ്ഞ്, ഞാൻ നിന്നെ സ്കൂളിലൊക്കെ ഉണ്ടാക്കാം. വേഗം കീ. ജീവന്തല്ലോ മറച്ചു വെക്കുന്ന പോലെ ഉണ്ടല്ലേ. പാർട്ടി ഓഫീസിൽ നിന്ന് അവന് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. ആരുമായിട്ടെന്ന് നമുക്കറിയണ്ടേ. എല്ലാരും മുമ്പിൽ ഓം വലിയ ആളെ പോലെ നിൽക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് അത് ആരെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് കുറച്ച് ഉപകാരല്ലേ. അത് ശരിയാ, അവന് കുറച്ച് കൂടുതലാ. അപ്പൊ ശരി, ഓക്കെ ബൈ. ഓ എന്റെ ജീവ, 2 മിനിറ്റ് അപ്പുറത്തോളം കൊണ്ടാക്കിയാ മതി, എന്റെ സ്കൂളിലേക്ക് എത്തും. എന്നിട്ട് നീ എന്നെ ഇവിടെ തന്നെ കീച്ചൂലേ? ഹായ് മോനെ, നിങ്ങക്ക് കേട്ടാ, നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ചോദിക്കുമല്ലേ, അപ്പൊ വരാം. എന്താ പിന്നെ, നീ എന്റെ ബെസ്റ്റ് ബഡി അല്ലേ, ഇങ്ങനെയല്ലേ പറയാവോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അയ്യോ സോറി, എന്റെ ചക്കരയല്ലേ. നീ നടന്നിട്ട് പോപ്പാ, 2 മിനിറ്റ് അല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അവളോടൊന്നും വേണ്ടിട്ട് വരാം, പ്ലീസ്. എന്ത് പണിയിലാക്ക്, എന്നോട് പറയണ്ട, പോന്നേ. വൈകുന്നേരം ഞാൻ കൂട്ടാൻ വരാം, അപ്പൊ ഓക്കെ അല്ലേ? അതുപോരാ, വേറെന്തേലും കൂടി വേണം. നല്ല ചൂട് പഴംപൊരിയും ചായ ആയാലോ? എന്നാ ആലോചിക്കാം. എന്തിയാടാ? ഒന്നുമില്ലപ്പാ. നന്ദു പോയാ? എന്തിനു കാണണമെന്ന് പറഞ്ഞു? ജീവട്ടാ, പേടിയാണ്. ശ്രീ, നമുക്കിപ്പോ എന്തി പറ്റിയേ? ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നുന്നേ? ശിവട്ടാ, എനിക്ക് അറിയുന്നില്ല എന്തായെന്ന്.
നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് അത് പറഞ്ഞ ശേഷം എന്തോ മനസ്സെല്ലാം എന്തെല്ലോ ആവുന്നുണ്ട്. നീ പേടിക്കണ്ട പെണ്ണെ, ആരെന്തറിയാന്. നീ വെറുതെ പേടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടാ. അപ്പം നന്ദുനി കല്യാണം ആലോചിക്കുന്നു പറഞ്ഞു. നന്ദുനോ? ഓളോട് ഞാൻ ചോദിച്ചപ്പോൾ ഓളെ മനസ്സിൽ ആരും ഇല്ലാന്നും പറഞ്ഞു. ഇനി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് പിന്നെ നോക്കാം. നിന്റെ പ്ലാൻ എന്താ ഇപ്പൊ? നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? അതെന്തെന്ന് അങ്ങനെ ഒരു ചോദ്യം? നിങ്ങളെ കണ്ടോണ്ടിരിക്കണമെങ്കിൽ ആ കോളേജിൽ തന്നെ വരണ്ടേ? അതുകൊണ്ട് PG ചെയ്താലോ എന്ന് ആലോചിക്കുന്നേ. ഇനി നിന്നെ മാമൻ ആ കോളേജിലേക്ക് വിടുവാണേ, എന്റെ കാര്യം അറിഞ്ഞ ശേഷം. അതൊന്നും എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു നോക്കാലോ. എന്നെന്തേലും വേറെ പ്ലാൻ ഉണ്ടോ? വീടത്തേക്ക് മാത്രം വന്നതാ നീ? ഞാൻ വെറുതെ വന്നതാ അടുത്തേക്ക്. എന്തേ എവിടേക്കെങ്കിലും പോകുന്ന? നിങ്ങക്ക് വേറെ പ്ലാൻ ഇല്ലെങ്കിൽ വാ. ഇവന്റുള്ള സ്ഥാനത്ത് ഞാനാണായിരുന്നു. ഒരേ സമയത്ത് എത്ര എണ്ണത്തിനെ കൊണ്ട് നടക്കും നോക്കി. അപ്പാ, ഞാന് PGക്ക് അഡ്മിഷൻ എടുത്താലോന്ന് ആലോചിക്കുന്നേ, അതേ കോളേജിൽ. ആടെന്താ വേണ, വേറെ എവിടെയെങ്കിലും നോക്കിക്കൂടെ നിങ്ങക്ക്? അല്ല, നിങ്ങക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മതി. പഠിക്കണമെന്നുണ്ട്. അടന്ന് പോയാൽ നല്ലതായിരുന്നു. അടങ്ങ് അറിയാമല്ലോ. അപ്പൊ പിന്നെ ജീവട്ടനുണ്ടല്ലോ അടന്ന്. നോക്ക നീ. നന്ദു, ഇന്ന് ബ്രോക്കർ ശങ്കരായിട്ട് ഇങ്ങോട്ട് വരും. നമുക്ക് വേണ്ടിട്ട് കല്യാണാലോചിക്കാൻ വേണ്ടിട്ടാ. അപ്പം നിനക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ പറഞ്ഞു. അപ്പ എനക്ക് ഇപ്പൊ നിങ്ങൾ എന്തേ എല്ലാം ഓരോട് ചോദിക്കുന്നേ? നിങ്ങൾക്കൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ലേ? അമ്മ, ഓള മറുപടി കൂടി വേണ്ടേ? ഓക്ക് എന്തോ ഓളെ മനസ്സിലൊന്നുമില്ലാന്ന് എനിക്കറിയും. പിന്നെന്തേ? നിങ്ങൾ തീരുമാനിക്കേ, ഓരോട് വരാൻ പറ. അയാൾ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരും. നിങ്ങൾ നോക്കിട്ട് പറ. എന്താ പറയുക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വന്നാ നീ? നന്ദുവിന് വേണ്ടിട്ട് ഒരു കല്യാണാലോചന. ബ്രോക്കർ ശങ്കരായിട്ട് ഇപ്പൊ വരും. അപ്പൊ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നന്നാവെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാ. ഓള് ചെറുതല്ലേ? ഓളെന്ത് ചെറുതുമാതാ? ഓക്കും ജീവന്റെ വയസ്സെന്നെ. ജീവന് കെട്ടിന്നല്ലേ പറഞ്ഞേ? ഇനിയിപ്പോ ഓളെന്ത്? അതെ, എന്നാലും ഓ കയ്യിലെതിർപ്പൊന്നുമില്ലപ്പാ. ജീവി ഉണ്ടല്ലോ. നിനക്ക് എവിടുന്ന് ഇവനെ കിട്ടി? ഞാൻ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിയുമ്പോ പുള്ളിക്കാരയില വരുന്നുണ്ടേ. ചോദിച്ചപ്പോ ഇങ്ങോട്ടാന്ന് പറഞ്ഞു. പിന്നെ കേട്ടി ഞാൻ. എന്താ അമ്മ, ബ്രോക്കറിനെല്ലാം വിളിച്ചിനി? അതെന്താ നമുക്കൊന്നും ഇവിടെ വിലയില്ലേ? ഇവിടുത്തെ കുട്ടികളുടെ കല്യാണം ഞാൻ നടത്തിട്ടപ്പാ. നടത്തിയതൊന്നെ നിങ്ങ വീർ ശങ്കരേട്ടാ ഉള്ളിലോട്ട്. ഇതാണ് പയ്യന്. എല്ലാരും ഒന്ന് നോക്കിയേക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്. എന്ത് ശങ്കരേട്ടാ? ചെക്കനൊരു അനിയനും കൂടിയുണ്ട്. ഇവിടുത്തെ കാര്യം പറഞ്ഞപ്പോ ഓറ് പറയുന്നു രണ്ടും ഒന്നിച്ച് നടത്തിയാലാന്ന്. അതായത് നിങ്ങളെ രണ്ടു മക്കളെയും ഓർക്കന്നെ കൊടുക്കുവോന്ന് ചോദിക്കുന്നു. അത് നടക്കല. അതെന്തേ? അതെങ്ങനെ ശരിയാവുന്നേ? ശ്രീ ഇപ്പൊ പഠിക്കുന്നല്ലേ? ഓളിപ്പൊന്നേ
അതെ, എനിക്കും ഇപ്പൊ കല്യാണം വേണ്ട. അയ്യോ എന്റെ മോളെ, ഓർക്കും വലിയ തിരക്കൊന്നുമില്ലപ്പാ. ഓർക്ക് പിന്നെ ആയാ മതി. പക്ഷെ ഇടന്ന് രണ്ടാളെയും കിട്ടിയാ ഓർക്ക് സന്തോഷേ ആവത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ചെക്കന് നല്ല വിദ്യാഭ്യാസവും ജോലിയെല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ നല്ലതാണെന്ന് തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞേന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എന്തായാലും നമുക്ക് പറ്റൂല. നമ്മൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും ചെക്കന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താ, നമുക്കൊന്ന് അന്വേഷിച്ചാലും നോക്കാലോ. മാമ നിങ്ങ എന്തെന്നാ പറയുന്നേ? ഇതൊന്നും നടക്കല്ലേട്ടാ. ജീവ നീ മിണ്ടാതിക്ക്. അപ്പൊ ഞാൻ സത്യമായിട്ടും പറയുന്നേ, ഇത് നടക്കല്ല. നിങ്ങക്ക് എന്തിയറാ? ഓൻ പറയുന്ന പറയട്ട്, ഓനും പറയാനുള്ള അവകാശമുണ്ട്. മാമ ഞാൻ പറയുന്നേക്ക്, ഇതൊന്നും നടക്കല്ലേട്ടാ. ശ്രീ പഠിക്കട്ടെ. സഖാവെ ഞാൻ ഇനി ഓള് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. ഓർ പഠിപ്പിക്കും. അല്ലെങ്കിൽ ഒപ്പയുടെ കല്യാണം ഇപ്പൊ ഒന്നും നടത്തുമെന്നും ഞാൻ പറയുന്നില്ല. സമയം പോലെ തീരുമാനിക്കാലോ. അപ്പ എനക്ക് സമ്മതം. ഓരോട് 2 ദിവസത്തിലൊന്ന് എന്നെ കാണാൻ വരാൻ പറ. നന്ദു നിങ്ങക്ക് എന്തായിനേ? ജീവ, കാര്യമുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു മുരളിയേട്ടാ? അങ്ങനെ ആക്കാലപ്പോ. ആട്ട് പിന്നെ അവര് സംസാരിച്ചിട്ട് തീരുമാനാക്കട്ടെ. എന്നാ ഞാൻ ഓരോട് അങ്ങനെ പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടാ. ശരി എന്നാ. മുരളി, എല്ലാം ഒന്നുകൂടി ആലോചിക്കുന്ന നല്ലതാ. നീ ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ പറ. മത മോനെ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. മാമ ഞാൻ ഇറങ്ങട്ടാ. പോയിട്ട് വാ. നന്ദു, നീ ആരെ വേണേലും കെട്ടിക്കും, എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിനൊന്നും നിന്ന് തരല. എന്റെ കാര്യം നിനക്ക് അറിയില്ല, പിന്നെ നീ എന്തിനു സമ്മതിച്ചേ? എന്റെ മോളെ, ഞാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാ ചെയ്യുന്നത്. നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എങ്ങനെ മുടക്കുന്നായി പറയുന്നേ? അതെല്ലാം ഉണ്ട്, ഞാൻ തന്നെ തീരുമാനിച്ചോളാം. നീ മിണ്ടാതിക്ക്. നീ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ജീവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, എന്റെ തല ചൂടാന്ന്. നിങ്ങൾ എന്തെല്ലാം വാക്ക് എനിക്കറിയില്ല. ലാസ്റ്റ് ഒന്നാവാ തന്നാ മതി. അവര് വന്നു തോന്നുന്നു. രാധ, വീട് ഇത് തന്നെയൊന്ന് കുറച്ച് ഡൗട്ടായിട്ടാ. എന്നിട്ട് അടുത്ത് ചോദിച്ചപ്പോ ഇതെന്നും പറഞ്ഞപ്പോ സമാധാനമായി. ഇതാണ് പയ്യൻ. വരൂ വരൂ, അകത്തിരിക്കാം. ഇത് മാധവന്, രാധയുടെ ഏട്ടനാണ്. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഇതോറെ ഭാര്യ, മോന്. സഖാവ് ജീവ കേട്ടിട്ടുണ്ട്. നാട്ടുകാരെ മൊത്തം പറയുന്നത് ജീവനാർച്ചിട്ട് മാത്രം. പുള്ളിക്കാരെ ഒരു പാർട്ടി പ്രവർത്തനായി പോയി. എന്ത് ചെയ്യാ? അല്ല, മോനൊന്നും മിണ്ടുന്നില്ല. എന്താ മോനെ? ഒന്നുമില്ല, നിങ്ങളൊക്കെ സംസാരിക്കൂലേ, അതുകൊണ്ടാ. ഇതെന്താ, നീ വണ്ടിക്കോ? നമ്മല്ലേ കേക്കല്ലേ? കുഴപ്പമില്ല അങ്ങളെ, ഞാനിങ്ങനെ കംഫർട്ടാ. എന്നായിക്കോട്ടെ. രാധേ, മോളെ വിളിക്ക്. എന്റെ ചേച്ചി, ചെക്കൻ കൊള്ളാലോ. ചെക്കൻ കൊള്ളാം. പക്ഷെ എന്ത് ചെയ്യാം, കല്യാണം മുടങ്ങാനല്ലേ പോകുന്നേ. അല്ല, എന്റെ കല്യാണം മുടക്കാൻ നീ എന്തിനു നിന്റെ കല്യാണം മുടക്കണം? അതെല്ലാം ഉണ്ട്, നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നന്ദു, ജീവട്ടൻ എന്തായി? എന്നെന്തെങ്കിലും ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാൻ എന്തേലും ചെയ്താ? അത് നീ ഓനോടൊന്ന് ചോദിക്ക്, എന്നോടൊന്ന് ചോദിക്കുന്നേ. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ മിണ്ടിക്കോളും. നമുക്കൊന്നും ബുദ്ധിമുട്ടില്ലപ്പാ.
അങ്കിൾ, സത്യം പറഞ്ഞ എനിക്ക് അവളെ ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായതാ. ഇനി പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, നിങ്ങളുടെ തന്നെ തീരുമാനം. പക്ഷെ രണ്ടുപേരുടെയും ഒപ്പീനിയൻ അറിയണമല്ലോ, അതുകൊണ്ട് എനിക്ക് അവളോട് സംസാരിക്കണം. എന്റെ പൊന്നെ ചേച്ചി പൊളി, നീ ഇവനെ തന്നെ കെട്ടടി. അത് നടക്കൂല മോളെ, ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. നിങ്ങക്ക് എന്തിയ പെണ്ണേ? മോളെ നന്ദു, ഓരോ റൂമിലോട്ട് വിളിച്ചോണ്ട് പോ, നിങ്ങൾ സംസാരിക്കും. ജീവേട്ടാ, ഓക്ക് എന്തായിനി? ഓളെന്തിന് കല്യാണം മുടക്കാൻ നോക്കുന്നവളത്? അതിനല്ല കാരണമുണ്ടോ? നിങ്ങക്കെന്ത്? നിങ്ങൾക്ക് എന്തെല്ലോ അറിയാം, എന്നിട്ട് എന്നോടൊന്നും പറയാത്ത പോലെ നിൽക്കുന്നത്. അല്ല ജീവേട്ടാ, നേരത്തെ എന്തിനാ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടേ? ഞാൻ എന്ത് ചെയ്തിട്ട്? നീ ഒന്നും ചെയ്തിട്ട പോരെ. അയ്യടാ, എല്ലാം ഇപ്പൊ എന്റെ തല്ലില. ഞാൻ എന്താക്കി നീ? എന്തായിരുന്നു പേര്? നന്ദന, നന്ദന മുരളി. ആ, അവര് പറഞ്ഞു തന്നു. തന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിട്ട് ഒന്നോട് ചോദിച്ചതാ. അല്ല, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തുള്ള സ്കൂളില് ടീച്ചിങ്ങിന് പോകുന്നുണ്ട്, ഗസ്റ്റ് ആയിട്ട്. തനിക്ക് മാരേജ് ഓക്കെ ആണോ? ആക്ച്വലി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ട്. എന്താ പറയാൻ പോകുന്നേ? ഇഷ്ടമല്ലെന്നാണോ? അത് പിന്നെ എനിക്ക് വേറൊരാളെ ഇഷ്ടമുണ്ട്. അപ്പോ നിങ്ങളായിട്ട് തന്നെ ഈ കല്യാണം ഒന്ന് മുടക്കി തരോ? അല്ല, അതെന്താ അപ്പോ തുറന്നു പറയാത്ത അവരോട്? ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ല, അതുകൊണ്ടാ. ഓക്കെ, ഞാനിപ്പം എന്താ പറയാ? ഞാൻ ഓൾറെഡി അവരുടെ മുമ്പിൽ തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ ഞാൻ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നീയാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിന്റെ വഴക്ക് പറയും. എനിക്കറിയത്തില്ല ഇതെങ്ങനെ മുടക്കുന്ന്. അല്ല, തന്റെ മനസ്സിൽ ആരാ ഉള്ളത്? അയാളോട് വന്ന് സംസാരിക്കാൻ പറ. അത് നടക്കില്ല. അതെന്താ? അത് ജീവാണ്. അല്ല, ഇവിടെയുള്ള ജീവിയാണോ? നമ്മൾ വരുന്ന വഴിക്ക് ജീവിയെ കുറിച്ച് ഒരുപാട് അറിഞ്ഞായിരുന്നു. അതിലാരോ ജീവയുടെ മാരേജ് കഴിഞ്ഞു എന്നും പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ തെറ്റായിട്ട് പറയല്ല. പക്ഷേ താൻ ജീവയുടെ മാരേജ് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതാർക്കും അറിയത്തില്ല ആരാന്ന്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ജീവയുടെ വൈഫ് ആരാ? താനാണോ? ഐ ആം സോറി, ഇതൊന്നും ആരോടും പറയരുത്. ഞാൻ നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പേരില്ല ഇതൊക്കെ പറഞ്ഞത്. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ തന്നെ എങ്ങനെയും കല്യാണം മുടക്കാം. ഡോണ്ട് വറി, ഓക്കെ? നമുക്ക് നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. എന്തായി? നിങ്ങളെ വീടെല്ലാം മാറിയല്ലോ. ആ ചെക്കൻ പറഞ്ഞത് നീ കേട്ടിട്ടേ? ഓനി നന്ദന് ഇഷ്ടമായിന്ന്. എന്നിട്ട് ഓൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞാലോ ഓൻ ഇഷ്ടമില്ലാന്ന്. എന്തായിന്ന് അറിയുന്നില്ല. ഓൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഓനോട്? ഓളെന്തിയ പറയാന്? ഓക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ലോ, പിന്നെന്തി? ഓന് എന്തേലും ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇഷ്ടാവാത്തെ. സാറില്ല, വേറെ നോക്കാം നമുക്ക്. എന്നാലും അത്ര വേഗം മാറണമെങ്കിൽ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? ഓളോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാത്തത് ഓളാ? ഓക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ടാ, പിന്നെ ഓളെന്തിന് വെറുതെ എന്തേലും പറയുന്നേ? നീ എന്ത് പറഞ്ഞിട്ടാണ് കല്യാണം മുടക്കിയത്? അതെല്ലാം ഉണ്ട്, നിന്നോട് പറയാൻ പറ്റത്തില്ല. രണ്ടും കൂടിയിട്ട് എന്തോ മറച്ചു വെക്കുന്ന പോലെ ഉണ്ട്. അങ്ങോട്ട് ചോദിച്ചാൽ അതും പറയുന്നില്ല, ഇങ്ങോട്ട് ചോദിച്ചാൽ ഇതും പറയുന്നില്ല. എന്താണ് രണ്ടുപേരും സംസാരിക്കുന്നത്? ജീവേട്ടാ, നീ എന്ത് ജീവ ഒന്നും പറയാതെ വന്നത്? പറയണ്ട മുമ്പേ. എനക്ക് വരണം തോന്നി വന്നു. എന്തേ? എന്റെ പൊന്നെ, ആരെങ്കിലും കണ്ടാലും. ജീവേട്ടാ, ഞാൻ മുമ്പ് പറഞ്ഞിട്ട് വരണമെന്ന്. ഇതിപ്പോ ആരെങ്കിലും കണ്ട എന്ത് ചെയ്യും? ഞാനിപ്പോ വരുന്നത് ആരും കണ്ടിട്ട്. ഇനി പോകുമ്പോ ഞാൻ ശ്രദ്ധിച്ചു പോയാ പോരെ?
അയ്യോ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? പോട്ട്. അല്ല നീ എന്തിനും വന്നേപ്പോ? നീ എന്ത് പറഞ്ഞിട്ടാ കല്യാണം മുടക്കിയേ? ഞാൻ എനിക്ക് ഒരാളെ ഇഷ്ടം പറഞ്ഞു വെറുതെ. ഏ നന്ദു, ആരാ നിനക്ക് ഇഷ്ടം? അതല്ലാണ് ഞാൻ പറഞ്ഞത്, കള്ളം പറഞ്ഞത്. നീ അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ വിശ്വസിച്ചോ? ആ വിശ്വസിച്ചു. എനക്ക് തോന്നില്ലപ്പാ. നന്ദു പറ, എന്തിയാ സംഭവിച്ചേ? ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് ഒരാളെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. ഇതാരീ ഈ നേരത്ത്? നീ ഒന്ന് പോയിട്ട് നോക്ക്. നിങ്ങളാ? രാധേച്ചി മുരളിയേട്ടനില്ലേ? ആ ഉണ്ടായിന. ഞങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ. എന്ത് ദാസേ, മോക്ക് കല്യാണം ആലോചിച്ചു എന്ന് കേട്ടിനി? അത് സത്യം തന്നെയാ? ആ അതെ. എന്തേ? ഒരു കെട്ട് കഴിഞ്ഞ പെണ്ണിനെ വീണ്ടും കെട്ടിക്കാനാ നിങ്ങളെ പ്ലാന്? നീ എന്തെന്നാ ഈ പറയുന്നേ? മനസ്സിലാവുന്ന പോലെ പറ. എന്റെ പൊന്നു മുരളിയേട്ടാ, നിങ്ങളെ മോളെ കല്യാണം കഴിഞ്ഞിനി. ഇതേ വീട്ടിൽ വന്നിട്ട് തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ ചപ്പട്ടൊക്കെ കിട്ടും എന്റെ. നിങ്ങളുടെ മോളെ വിളിച്ച് ചോദിച്ചു നോക്ക്, ജീവ കെട്ടിയ പെണ്ണാരിന്നറിയോ? അത് നന്ദു. വിശ്വാസം വരുന്നില്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയാൽ മതി. അവിടെ കാണും നന്ദുവിന്റെ ജീവന്റെ പേര്. നിങ്ങളെ പറ്റിച്ചിട്ട് രണ്ടും കൂടി കാട്ടിക്കൂട്ടിയത് എന്തെന്ന് കണ്ട? ഓന്റെ അഹങ്കാരം കണ്ടിട്ട് ഞാൻ പോയിട്ട് അന്വേഷിച്ചെ ഓന്റെ കോളേജില്. പറഞ്ഞത് ഓന്റെ പെണ്ണാരിന്ന്. വലിയ കോളേജല്ലോ, ഇവിടെ ആരോട് പോയിട്ട് ചോദിക്കുന്നേ? നോക്ക ആരോടെങ്കിലും ചോദിച്ചിട്ട്. മോനെ, എന്താട്ടാ? ഈട ഒരു സഖാവ് ജീവനെ കുറിച്ചിട്ട് അറിയോ? ആര്? നമ്മളെ ജീവട്ടനാ? പ്രൊഫസർ? അതായിരിക്കും, ആദ്യം തോന്നുന്നു. കാസർഗോഡത്തല്ലേ? നമ്മളെ സ്വന്തം ജീവട്ടനല്ലേ? ആ അത് തന്നെ. അതെ അതെ. അല്ല, ഓന്റെ കല്യാണം കഴിഞ്ഞില്ല? കല്യാണം കഴിഞ്ഞ? ഞങ്ങളൊന്നും വിളിച്ചിട്ടല്ലോ. നന്ദു എന്ന് പറഞ്ഞിട്ടോ? നന്ദു ആരി? അതറിയേ? ജീവട്ടന്റെ മാമന്റെ മോളല്ലേ നന്ദു. ഓളല്ലേ ജീവട്ട സഹിക്കുന്നേ. അപ്പോഴെ കല്യാണം കഴിഞ്ഞ കാര്യം എനിക്കറിയില്ലട്ടാ. അല്ല, നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കല്യാണം കഴിഞ്ഞു? അല്ല, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ കേട്ടോ അങ്ങനെ ചോദിച്ചത്. ഓ അങ്ങനെ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചിട്ടാ. അല്ല, നിങ്ങൾ എന്താ ഓരെ കാണാൻ വന്നേ? അത് ഞങ്ങൾ നാട്ടിൽ ഇവിടെ മോളെ കൂട്ടാൻ വന്നേ. അതെ, മോളെ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ. ഓ അതെയാ? പക്ഷെ ജീവട്ട ഇപ്പൊ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിട്ടുണ്ട്. അതെയാ? അത് സാരല്ല, ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇത് ഹായ്, താങ്ക്സ് കേട്ടാ എല്ലാം പറഞ്ഞിനി. ഇതിനെല്ലാം എന്ത് താങ്ക്സ്? ശരി എന്നാ. അപ്പൊ നാട്ടില് ഞങ്ങളെ പൊട്ടന്മാരാക്കുന്നതല്ലേ? അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയപ്പോ അതേ കാണുന്നു നന്ദുന്റെയും ഓന്റെയും പേര്. ഇനിയെങ്കിലും ഓനോട് പോയിട്ട് പറ, നമ്മളെല്ലാം പൊട്ടന്മാരാക്കിയത് മതി. നന്ദു, അയ്യോ ഭഗവാനെ, അപ്പന് എവിടെ കുളിക്കറോ? നന്ദു, കഥ തുറക്ക്. എന്തിയപ്പ? അപ്പ എന്തിനപ്പ ശ്രീനെ തല്ലിയത്? ഞാൻ നിങ്ങൾക്ക് രണ്ടാക്കും ഒപ്പനായിട്ട് ഫ്രണ്ടിനെ പോലെ ഉണ്ടായി. എന്നിട്ട് എന്നോട് തന്നെ കള്ളം പറഞ്ഞല്ലേ നിങ്ങ? അപ്പ എന്തിയപ്പ? നീ എന്നോട് എല്ലാം പറഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചെ. നിങ്ങക്കെല്ലാം അറിഞ്ഞിട്ട് എന്നോട് പറയാത്തന്നല്ലേ?
ആരുടെ റൂമില്? ആരുമില്ലപ്പാ. മിണ്ടണ്ട നീ. ഓനോട് പുറത്തു വരാൻ പറ. ഓനോട് ഞാൻ വേണ്ട. എന്നെ ഇത്ര നാള് പൊട്ടം കൽപ്പിച്ചതും മതി. ഓനോട് പുറത്തു വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ. ജീവ, പറ, നീ കല്യാണം കഴിച്ചത് ആരാ? എന്റെ മോള് നന്ദോനിയാ. മാമ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി എന്താ പറയാന്? എനിക്കൊന്നും കേക്കണ്ട. എന്നെ മാറ്റിച്ചത് മതിയായില്ല നിനക്ക്. ഇനിയിപ്പോ നാളെ നാട് മൊത്തം അറിയും. എനക്ക് കയ്യ ഇങ്ങനെ ജീവിക്കാന്. ഇനി ഒരാഴ്ചയിൽ നിങ്ങൾ കല്യാണം. ശ്രീ, ഓളോട് പറ ഇനി എന്തെങ്കിലും മറച്ചു വെക്കണ്ടെന്ന്. അപ്പ ഇനി ഞാനല്ല നന്ദു. നീ ഒന്നും പറയണ്ട എന്നോട്. മാമ, ഞാൻ ഒന്ന് പറയട്ടാ. ഇത്രല്ലായില്ലേ? ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ നിന്റെ അപ്പനോട് സംസാരിക്കാം. അപ്പ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ശ്രീ, നീ മിണ്ടാതെ നിക്ക്. ഇത്ര നാളെ കൂട്ടുനിന്നാ മതിയില്ലേ നിനക്ക്?